ഹലോ എവരിബഡി, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈസ്റ്റർ സൺഡേ ആണ്. സോ കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ഈസ്റ്ററാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നുമില്ല, ഒരു കുട്ടി സെലിബ്രേഷൻ. അപ്പം ഇച്ച ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പം രാവിലെ വരും. അപ്പം എനിക്ക് ഇച്ച വരുന്നതിന് മുന്നേ ചർച്ചിൽ പോകണം. കാരണം എനിക്ക് സൺഡേ സ്കൂളിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു ചെറിയ ടീച്ചറും കൂടെ ആണ്. അപ്പോൾ ഒരു കുട്ടി കുഞ്ഞിനെയും കൂടെ എനിക്ക് പഠിപ്പിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോകും. ഇച്ച അത് കഴിഞ്ഞ് പുറകെ വരത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഭയങ്കര ഒരു നല്ലൊരു പ്ലസൻറ്റ് മോർണിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ചെറി ബ്ലോസമാണിത്. ഇത് എൻ്റെ കിച്ചൻ്റെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. നമ്മുടെ കിച്ചൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇത് കാണുമ്പോൾ നമുക്കൊരു കണ്ടോ, ക്ലൈമറ്റ് തന്നെ ഒരു ക്ലൗഡിയാണ്, പക്ഷെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല. ഇങ്ങനെ പൂവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ റൂമിൻ്റെ അവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു മല കാണാൻ പറ്റും. കണ്ടോ, ഇത് നേരിട്ട് കാണാൻ നല്ല രസമായിരിക്കും. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സമയം രാവിലെ 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത്. സാധാരണ ആ ഒരു മൗണ്ടൻ്റെ അവിടെ നമുക്ക് നല്ലൊരു സൺറൈസസ് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി ഒരു മോർണിംഗ് ആയിരിക്കും നമുക്ക് മിക്കവാറും നമുക്ക് കിട്ടുന്നത്. പക്ഷെ എന്നെന്തോ അൺലക്കി ആണെന്തോ ഇന്ന് നമുക്ക് സൺറൈസസ് നല്ലതായിട്ട് കിട്ടില്ല. പക്ഷേ ഈ ചെറി ബ്ലൂസം ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഇത്രയും നമുക്ക് ഇത്ര അടുത്ത് നമുക്ക് കിട്ടുന്ന സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ നമുക്ക് വീടിൻ്റെ അടുത്ത് ഇത്രയും അടിപൊളിയായിട്ടൊരു വൈറ്റ് ചെറി ബ്ലോസമാണിത്. നല്ല ഒരു പ്ലസൻ്റാണ് നമുക്കിതൊരു മോർണിംഗ് ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഈസ്റ്റർ സൺഡേ ആണ്. ഈസ്റ്റർ സൺഡേയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, മോസ്റ്റ് പ്രോബബ്ലി കുക്കിംഗ് തന്നെയായിരിക്കും. കാരണം ഇച്ച എന്നോട് ഇന്നലെ പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് അപ്പവും ബീഫും കഴിക്കണമെന്ന്. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് അപ്പം അരയ്ക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതിന് നമ്മളുള്ള ബാറ്റർ. അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് അപ്പപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടൊരു അപ്പം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ചർച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ബീഫൊക്കെ വാങ്ങി. അപ്പം ഞാൻ അതൊക്കെ വ്ളോഗിൽ കാണിക്കാം. ജസ്റ്റ് ഒരു കുട്ടി വ്ളോഗായിരിക്കും ഇന്നത്തെ, ഒരു ഈസ്റ്റർ സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഒരു 9:15 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു എന്താ ഞാൻ ഔട്ട്ഫിറ്റ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതൊരു വൈറ്റ് ഡ്രസ്സാണ്. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് ഞാനൊരു വൈറ്റ് തീമിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഇതൊരു വൈറ്റ് ഫ്രോക്ക് ടൈപ്പാണ്. ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ. നല്ല ഒരു എന്താ പറയുന്ന ഒരു ഫീൽ ഗുഡ് ഒരു ഡ്രസ്സാണ്. എനിക്കിത് വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് ആണിത്. പിന്നെ നമുക്കൊരു വൈറ്റ് സ്കാർഫുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അവിടുത്തെ ഔട്ട്ഫിറ്റ്. ഹോപ്പ്ഫുള്ളി ഓൾ യു ലൈക്ക് ഇറ്റ്. അപ്പം നമ്മൾ ചർച്ചിലോട്ട് പോകാൻ തുടങ്ങുവാണ്. ഇന്നൊരു കുട്ടി വ്ളോഗായിരിക്കും. ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഷോപ്പിംഗ്, ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ചെറിയൊരു കുക്കിങ്. പിന്നെ നമ്മുടെ ഒരു ഈവനിങ് ഈസ്റ്റർ ഒരു കുഞ്ഞ് സെലിബ്രേഷനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, ഇന്നത്തെ ഒരു വ്ളോഗ് ഇതായിരിക്കും. ഒരുപാട് നേരം ഉണ്ടാവില്ല ഇന്നത്തെ വ്ളോഗ്, ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇച്ച എൻ്റെ ഒപ്പം ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി ഞാൻ കുറച്ച് നേരത്തെ പോകാറാണ് പതിവ്. കാരണം എനിക്ക് സൺഡേ സ്കൂളുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോകും. ഇച്ച അത് കഴിഞ്ഞ് പുറകെയാണ് സാധാരണ വരാറ്. പക്ഷേ ഇന്നെന്തോ ഇച്ച എൻ്റെ കൂടെ വരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ചായിരിക്കും ഇന്ന് പോകുന്നത്. ഇന്ന് നമുക്ക് ഈസ്റ്ററിൻ്റെ നമ്മുടെ അന്ന് വർഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്കിന്നൊരു ഫുഡിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു ഫുഡ് ട്രീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചർച്ചിലൊരു മെമ്പറിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവളുടെ ബർത്ത്ഡേ ട്രീറ്റ് ഇന്നുണ്ടാവും. അപ്പം ഞാനത് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ജസ്റ്റ് കാരണം ബാക്കിയുള്ളവർക്കും കൂടി ക്യാമറയിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അത് മാനിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഇന്ന് ആ ഒരു പോർഷൻ എടുക്കാൻ ചാൻസ് കുറവാണ്. സോ ബാക്കി എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ വെഡ്ഡിങ് നമ്മളൊരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഞാനത് വ്ളോഗൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ വ്ളോഗിങ് റീസെൻ്റ്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അപ്പം നമ്മൾ ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇച്ച റെഡി ആവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് എൻ്റെ വീടിൻ്റെ
ഫ്രണ്ടും എൻ്റെ വീടിൻ്റെ ഒരു ചെറിയൊരു കോട്ടയാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ഒരു ഫുൾ വീഡിയോ ഹോം ടൂർ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പം എനിക്കറിയാം ഒരുപാട് പേര് യു കെയിലൊക്കെ വന്നിട്ട് ഒരു സെൽഫായിട്ടൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിസ്ക് ഉള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇങ്ങനൊരു വീട്ടിലോട്ട് വന്നതും നമ്മൾ ഇത്രയും നാളും ഞാൻ യു കെ വന്നിട്ട് ഇപ്പോൾ 4 years ആവുന്നു. ഒരു 3 years ഞാൻ ഷെയറിങ്ങിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോള്, അതായത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഒരു ചെറിയ നമുക്കൊരു ഡോറുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. ഞാനത് കാണിച്ചു തരാം. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മുടെ ലിവിങ് ഹാളാണിത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയറക്റ്റ് ഈ ഒരു കോട്ടയാടിലേക്കാണ് ഇറങ്ങുക. ഇതിപ്പം പുല്ലൊക്കെ ഒത്തിരി വളർന്ന് നിൽക്കുക. ഇതിനെയും നമുക്ക് കുറച്ചുകൂടെ വെയിലുള്ള ദിവസങ്ങൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ലെവലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് വരുന്ന വ്ളോഗിലൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് റോസ് ചെടിയാണിത്. ഇത് ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പം തന്നെ ഇതിവിടെ ഉണ്ട്. ഇതൊരു 3 color റോസസ് ആണ് ഇതിൽ വരുന്നത്. ഒന്നൊരു നല്ല ഡാർക്ക് പിങ്കും, പിന്നെ ഒരു പീച്ച് കളറും, പിന്നെ ഒരു വൈറ്റ് കളറും റോസാണിത്. ഇത് ഇപ്പം ഇത്ര ഭംഗി കുറവാണെന്ന് തോന്നും, പക്ഷേ ഇതുണ്ടോ ഇത് ഫുള്ള് ഫ്ലവർ വരും. അപ്പം ഭയങ്കര നല്ലൊരു അടിപൊളിയായിരിക്കും ഇത് കാണാൻ. ഞാനത് വരുന്ന വ്ളോഗിലൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ ഒരു ഹോം ടൂർ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു ഗരാജാണ്. ഇതിൽ കുറേ ഇലക്ട്രോണിക് സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയായിട്ട് ആ ഗരാജ് ഭയങ്കര ഫില്ലായിട്ടിരിക്കുകയാണ്. നമ്മൾ ചില ദിവസങ്ങളൊക്കെ അത് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മളത് വിടും. അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. നമ്മുടെ നമ്മുടെ വീടിനോട്ട് കയറി വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ഇതാണ്. ഇങ്ങനെ വന്ന ബാക്കി ഞാൻ എൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം. കുറേ ആൾക്കാർക്ക് കാണണമെന്ന് ഉണ്ട്, എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക്. അതായത് ഇപ്പം യു കെയിലേക്ക് വരാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടൊരു വീടെടുത്ത് താമസിക്കുന്നത് എങ്ങനെ, അതിൻ്റെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ഞാനതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിട്ട് നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ ഉണ്ടാവും പറയാനായിട്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നമുക്കൊരു വ്ളോഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാനവിടെ യു കെ വന്നിട്ട് ഒരു 4 years ആവുന്നു. അപ്പം ഈ 4 yearsനകത്ത് ഞാൻ കൂടുതലും ഞാൻ താമസിച്ചിട്ടുള്ളതൊരു ഷെയറിങ് പിന്നെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പം നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വന്നവരാണ്. അപ്പം ഷെയറിങ്ങിൽ താമസിക്കാൻ നമുക്കൊരു വഴി ഉണ്ടാവുള്ളൂ. പക്ഷേ ആഫ്റ്റർ മാരേജ് നമുക്ക് കുറച്ചും കൂടി പ്രൈവസി വേണ്ടതുകൊണ്ട് നമ്മളൊരു ഏജൻസി ത്രൂ നമ്മൾ വീടെടുത്തു. ഇതൊരു 3 BHK ആണ്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു വീട് തന്നെയാണ്. നമുക്ക് അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഞാനൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയ്ക്കാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 months കഴിഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പം എന്താ പറയുക, ആ വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇപ്പോൾ ഓൺ ദി വേ ആണ്. ഇവിടുന്ന് ഒരു 5-6 minutes ഉള്ളൂ നമുക്ക് ചർച്ചിലോട്ട് പോകാനായിട്ട്. അപ്പം ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഫുഡിങ് പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ഇത് രാവിലെ നല്ല സൺറൈസസ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പം ഫുൾ സ്പ്രിങ് കഴിഞ്ഞ് സമ്മറിലേക്ക് കയറാൻ പോകുന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ലൊരു അടിപൊളി വ്യൂ ആയിരിക്കും. സ്പ്രിങ് ബ്ലോസും ഈ ഒരു പച്ചപ്പും എന്താ പറയുക, നല്ലൊരു പോസിറ്റീവായ ഒരു വൈബായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു ക്ലൗഡി ഫീലാണ് ഇവിടെ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വെയിൽ വരും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതൊരു അപ്പോൾ ഇതൊക്കെയായിരുന്നു പാർട്ടിയുടെ ഫുഡ്. പാൽക്കപ്പ, ഫിഷ് കറി, കോഴിക്കറി, ഫിഷ് കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ബീഫ് വാങ്ങിക്കണം. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആണ്. നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് നല്ല ബിസിയാണ് റോഡ്. ഈസ്റ്ററും കൂടെ ആയതുകൊണ്ട് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറേ നേരം നമ്മളിവിടെ നിന്നു, വണ്ടി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ ലൈൻ പിടിക്കാനായിട്ട്. നമ്മളങ്ങനെ ക്രോസൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോയപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിരുന്നു. നല്ല സണ്ണി ഡേ ആയിരുന്നു. എനിക്കിത് ഓൾമോസ്റ്റ് 13 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഈസ്റ്ററും കൂടെ ആയതുകൊണ്ട് എല്ലാ ഷോപ്സും ഇന്ന് അടവാണ്. പക്ഷേ എനിക്കൊന്ന് ഇന്ത്യൻ ഷോപ്പുകൾ ഓപ്പൺ ആയിരിക്കും.
നമുക്ക് ഈ അൽദി, അസ്ഡ, ടെസ്കോ അങ്ങനത്തെ ഷോപ്പാണ് നമ്മളിവിടെ കൂടുതൽ നമ്മൾ പോകുന്നത്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഈ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സ്പ്രിംഗ് ബ്ലോസം ഫ്ലറിഷായി നിൽക്കുകയാണ്. കുറേ ഉണ്ട് നമ്മുടെ റോഡ് സൈഡിൽ, കുറേ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ് ഇത് നേരിട്ട് കാണുമ്പം. വീഡിയോയിൽ എത്ര മാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാൻ. ഇങ്ങനെ കൊലയായിട്ടാണ് പൂ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ, ലിന്തോപ്പ് റോഡ് എന്ന് പറയും. ഇവിടെ നിന്നാണ് നമ്മൾ ബീഫ് വാങ്ങിക്കാൻ പോകുന്നത്. ബീഫെന്ന് മാത്രമല്ല, നമ്മൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ കേരള സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് ഇവിടെ സാധനങ്ങൾക്ക്. പക്ഷെ നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ കുറച്ച് നെയ്യ് കൂടുതലുള്ള ബീഫാണ് ഇവിടെ കിട്ടാറ്. പക്ഷെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ബീഫ് മാത്രമായിട്ട് നമുക്ക് തരും, നെയ്യ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് തരും. ഞാൻ അങ്ങനെയാണ് ഇത് വാങ്ങിക്കുന്നത്. ഞാനത് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹലോ, ഞാൻ ചർച്ചിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. നോക്കിയിട്ട് നല്ല സണ്ണിയാണ് പുറത്ത്, നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ ഇതുവരെയും കുക്ക് ചെയ്തിട്ടില്ല. ഇപ്പം സമയം 5:15 അപ്പം ഉച്ചയ്ക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈസ്റ്ററിൻ്റെ ഫൈനൽ ഒരു ടൈമിലോട്ട് നമ്മൾ പോവുകയാണ്. നമുക്കിവിടെ ആക്ച്വലി ഈസ്റ്റർ സൺഡേനെക്കാളും ഈസ്റ്റർ മൺഡേ ആണ് ഇവിടെ കുറച്ചും കൂടി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് നല്ല ഒരു, രാവിലെ ഞാൻ പറഞ്ഞില്ല നല്ല ക്ലൗഡി ആയിരുന്നു, പക്ഷെ ഇപ്പം നല്ല വെയിലുണ്ട്. അപ്പം നല്ലൊരു, നമുക്കിവിടെ വെയിൽ വരുമ്പോൾ എന്തോ എനർജിയാണ് നമുക്ക് ശരിക്കും കിട്ടുക. അപ്പം നമുക്ക് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ അങ്ങനെ ഭയങ്കര വലിയ കുക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബീഫ് നമ്മൾ വാങ്ങിയത് ഒന്ന് കുക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഓൾറെഡി അപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറ്റേ ഇൻസ്റ്റൻറ്റ് അപ്പം മിക്സ് ആയിരുന്നു. അപ്പം അത് ഞാൻ ഓൾറെഡി കലക്കി വെച്ചു. ഒരു 1 hour കൊണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആകെ മൊത്തം കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമ്മൾ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അപ്പത്തിനുള്ളത് കലക്കി വെച്ചു. ഇനിയും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ബീഫ് അത്രേ ഉള്ളൂ. ഇതുണ്ടോ, ഇതാണ് എൻ്റെ കിച്ചൻ്റെ വിൻഡോ എന്നുള്ള വ്യൂ. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടെന്ന് പറഞ്ഞില്ലേ, അതിതാ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കിച്ചൻ്റെ വിൻഡോ തുറക്കുമ്പോൾ ഉള്ള വ്യൂ. ഭയങ്കര ഒരു പോസിറ്റീവ് ആണ് ഇത് കാണുമ്പോൾ. മുന്നേ ഇത് ഒരു ഇലയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ വരുമ്പോൾ. ഇപ്പോൾ അത് ഫ്ലറിഷ് ആയിട്ടുണ്ട്. ഇനി പൂ വന്ന് കഴിഞ്ഞ ശേഷമാണ് ഇനി ഇല വരുന്നത്. അത് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമുക്ക് മനസ്സിലൊരു ഫീലാണ്, ഓക്കെ സമ്മർ ഈസ് കമ്മിങ്. അങ്ങനെയാണ് ഇതൊരു ഒരു ഒരു സൈനാണ് സമ്മർ ആവുന്നതിൻ്റെ എൻ്റെ കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഓക്കെ സമ്മർ ആവാൻ പോവാ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം. ഇപ്പോൾ ഉറങ്ങുക, നല്ല ഉറക്കമാണ്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നേരെ നമ്മൾ ചർച്ചിൽ പോകുമായിരുന്നു, പിന്നെ വന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നലെ നൈറ്റ് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട്. ഇനി നൈറ്റിന് പോകണം. സോ പുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഇപ്പം വിസിലടിക്കും. ഇൻസ്റ്റൻറ്റ് പൊടി ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അപ്പം ഉണ്ടാക്കാമായിരുന്നു. സാധാരണ ഞാൻ അരി വെള്ളത്തിലിട്ട് കുതിർത്തരച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിരുന്നു. പൊടി വാങ്ങി ജസ്റ്റ് ഇങ്ങനെ കലക്കി നമുക്ക് ഒരു 1 hour ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പം റെഡിയാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബീഫും അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ പോകുന്ന ആളും റെഡി ആയിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പം എന്താ പറയാനുള്ളത്, അപ്പം നമ്മുടെ വകയായിട്ട് എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഈസ്റ്റർ പറയാം. ഇന്നത്തെ വ്ളോഗ് ഒരു മിനിറ്റ് ആരും പോലെ ആളുടെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയായിരുന്നു.